Hello everyone, today we will start a new session on Arduino. Today we will be covering few interfacing sessions. മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇപ്പോൾ പഠിച്ചു കാണും. അതിൽ നമ്മൾ ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വൺ പിൻ നമ്പർ, സെക്കൻഡ് വൺ ഹൈ ഓർ ലോ, മീൻസ് 0 or 1. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഡിജിറ്റൽ വാല്യൂസ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, മീൻസ് ഐദർ 1 or 0. അതിന് പകരം ആർഡിനോയിലുള്ള മറ്റൊരു ഫംഗ്ഷനാണ് അനലോഗ് റൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് അനലോഗ് 0, 1 അല്ല, പകരം അനലോഗ് വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. മീൻസ് ദ വാല്യൂസ് റേഞ്ചസ് ഫ്രം 0 to 255. 0 corresponds to 0, means logic 0, and 255 corresponds to 5 volt or logic 1. പാസ് ചെയ്യാൻ പറ്റിയ ഒരു ഫംഗ്ഷനിലേക്ക്. ബേസിക്കലി നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്ന പിൻ നമ്പർ കോമ ഒരു ഡിജിറ്റൽ വാല്യൂ അല്ലേ 0 or 1. ഇപ്പോൾ നമ്മൾ 0 ആണ് പാസ് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് കോമ പിൻ നമ്പർ കോമ 0. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പിന്നിലേക്ക് സപ്പോസ് പിൻ 2 ആണെങ്കിൽ ആ പിൻ നമ്പർ 2ലേക്ക് പോകുന്ന മീൻസ് ആർഡിനോയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൾസിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, മീൻസ് 0 വിഡ്ത്തായിരിക്കും. ഫസ്റ്റ് ഡയർ ഫിഗറാണ് അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2ലേക്ക് പോകുന്ന 1 ആക്കിക്കോ, ഹൈ ആക്കിക്കോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പൾസിൻ്റെ വിഡ്ത്ത് മാക്സിമം മീൻസ് 100% ഡ്യൂട്ടി സൈക്കിൾ കിട്ടും. അതാണ് ലാസ്റ്റ് കാണുന്ന ഫിഗറിൽ അങ്ങനെയാണുള്ളത്. മീൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് അനലോഗ് വാല്യൂ 255 ആണ്. നമുക്ക് ഈ ഒരു പൾസിൻ്റെ വിഡ്ത്ത് അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് അനലോഗ് റൈറ്റ് 64 കൊടുക്കുകയാണെങ്കിൽ മീൻസ് പിൻ നമ്പർ 64, മീൻസ് 2,64. 2 ആണ് പിൻ നമ്പർ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ 2,64 എന്ന് പറഞ്ഞാൽ 25% ഡ്യൂട്ടി സൈക്കിളുള്ളൊരു പൾസ് ആയിരിക്കും ആ ആർഡിനോയിൽ നിന്ന് ആ പർട്ടിക്കുലർ പിൻ നമ്പറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. സപ്പോസ് 1 to 7 ആണെങ്കിൽ മീൻസ് 255ൻ്റെ പകുതി, മീൻസ് 50% ഡ്യൂട്ടി സൈക്കിളായിരിക്കും അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു പൾസിൻ്റെ വിഡ്ത്ത് പറയുന്നത്. അതുപോലെ തന്നെ 191 ആണെങ്കിൽ 75% ഡ്യൂട്ടി സൈക്കിൾ ഉള്ളൊരു പൾസായിരിക്കും ആ ഒരു പർട്ടിക്കുലർ പിന്നിൻ്റെ പുറത്തേക്ക് വരുന്നത്. ഇതാണ് അനലോഗ് റൈറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് പൾസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിജിറ്റൽ റൈറ്റിൽ ആ പൾസിൻ്റെ വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്, ഐദർ 0 or 1. means either 0 means no 0% duty cycle or 100% duty cycle. Okay, ഈ ഒരു പൾസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ് നമുക്ക് അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ദ പിൻ സ്റ്റാൻഡ്സ് ഫോർ ദ പിൻ നമ്പർ. Okay, let's see which all pin supports this pulse width modulation. ഈ ആർഡിനോയുടെ ഫിഗറിൽ ഈ ഒരു വേവ് ഈ ഒരു സിമ്പിളുള്ള പിൻസ് ഉണ്ടോ, 3, 5, 6, 9, 10 and 11. ഈ പിൻസാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ ഒരു പിൻസിൽ മാത്രം ആൻഡ് ഈ ഒരു പിൻസ് അനലോഗ് പിൻസ്. ഓക്കെ, ഈ പിന്നുകളിൽ മാത്രമേ നമുക്ക് അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പൾസിൻ്റെ വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡിജിറ്റൽ പിൻസിൽ 3, 5, 6, 9, 10, 11 ആൻഡ് ഈ അനലോഗ് പിൻസ് A0 to A5. ഈ പിൻസ് മാത്രമേ നമുക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പിൻസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷനില്ലേ, അതിൽ ഞാൻ പറഞ്ഞ പിൻ നമ്പർ സ്പെസിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് either it can take the pin numbers 3, 5, 6, 9, 10, 11 or the analog pins from A0 to A5. Okay, namkini let's go into the applications of this analog write function. Okay, suppose we want to control the brightness of an LED that is connected to, suppose say pin number 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ അനലോഗ് റൈറ്റ് ബ്രാക്കറ്റിൽ പിൻ നമ്പർ 3, ഒരു വാല്യൂസ് ബിറ്റ്വീൻ യു ക്യാൻ പാസ് എ വാല്യൂ ഫ്രം 0 to 255. സപ്പോസ് 1 to 7 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ LED യുടെ
half the brightness കിട്ടുള്ളൂ. 0 ആണെങ്കിൽ LED means completely off ആയിരിക്കും. And if it is 255, it will on at full brightness. Okay, this function, using this function we can control the brightness of an LED. That is just one of the applications of this analog light pen. Okay, there are various other applications like we can control the speed of a motor, etc. like that. Okay, let's move further to another interesting function that is offered by Arduino, that is analog read. We don't have a digital sensor, we have an analog sensor. Okay, so what we get from an analog sensor is that we get analog values, right? From 0 to 5 volt ഒരു വോൾട്ടേജ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഡിവൈസ് തരുന്നത്. ഈ വാല്യൂസ് നമുക്ക് ഡിജിറ്റൽ റീഡ് യൂസ് ചെയ്തിട്ട് സപ്പോസ് അങ്ങനെ ഒരു വാല്യൂ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് അനലോഗ് റീഡ് എന്ന് പറയുന്നത്. മീൻസ് അനലോഗ് റൈറ്റ് പോലെ തന്നെ അനലോഗ് റീഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷനും ആർഡിനോ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് അനലോഗ് റീഡ് പിന്നെ ബ്രാക്കറ്റിൽ പിൻ നമ്പർ. ഇതിൽ അനലോഗ് റീഡ് സപ്പോർട്ട് ചെയ്യുന്ന പിൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അനലോഗ് പിൻസ് ഫ്രം A0, A1, A2, A3, A4 and A5. Okay, these 6 pins are supporting analog inputs from various sensors, analog sensors that we will be using. Okay, suppose for an example we can consider a temperature sensor LM35. Okay, ഇതൊരു അനലോഗ് സെൻസറാണ്, വിച്ച് മീൻസ് ഒരു ടെമ്പറേച്ചർ വേരിയേഷനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രപ്പോർഷനായിട്ടൊരു വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് വരും. പക്ഷെ നമുക്ക് ഈ വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഈ A0 to A5 എന്ന് പറഞ്ഞ പിൻസ് വെച്ചാണ് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഫങ്ഷൻ അനലോഗ് റീഡ്. Okay, suppose we connected the output of that sensor to say analog pin A0. Okay, and we use this function analog read A0. So what this function is returning as is that it will return us a single value ranging from 0 to 1023. So the maximum it can return is 1023 and the minimum is 0. 1023 corresponds to the maximum voltage that sensor is giving us. Okay, suppose say 5 volt is the maximum voltage that particular sensor can give. അപ്പോൾ 1023 ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുവാണെങ്കിൽ ആ ഒരു വോൾട്ടേജ്, ആ ഒരു സെൻസർ തരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. ഓക്കെ, സപ്പോസ് 2 വോൾട്ട് 3 വോൾട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ഓഫ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. സപ്പോസ് ഒരു 2.5 വോൾട്ടാണ് ആ ഒരു പർട്ടിക്കുലർ സെൻസർ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ this analog read would return some 500 something. Okay, so the value means the voltage from 0 to 5 volt will be mapped to these numbers ranging from 0 to 1023. And now we got this our sensor output to 0 to 1023. ഈ ഒരു റേഞ്ചിൽ നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടി. ഓക്കെ, സപ്പോസ് 0 വോൾട്ട് ആണ് തരുന്നതെങ്കിൽ 0 ഔട്ട്പുട്ട് 0 വരും ഈ ഫംഗ്ഷൻ. സപ്പോസ് 5 വോൾട്ട് ആണെങ്കിൽ 1023 മാക്സിമം തരും. സപ്പോസ് 2.5 വോൾട്ട് ആണെങ്കിൽ 500 വരും. അപ്പോൾ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് മാപ്ഡ് വാല്യൂസ് നമുക്ക് കിട്ടി 0 to 1023. ഈ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഇതിലൊരു നമ്പർ ആയിരിക്കും. ആസ് എ സെഡ് ബിഫോർ ദിസ്, the maximum value it can return is 1024. This function, it can return maximum 1024. Okay, 1024 corresponds to 5 volt, right? So 5 divided by 1024. അപ്പോൾ ഒരു യൂണിറ്റ്, ഓക്കെ, ഒരു യൂണിറ്റിൻ്റെ എത്ര വോൾട്ടേജാണ് നമുക്ക് ആ ഒരു 5 ഡിവൈഡ് ബൈ 1024 ചെയ്താൽ കിട്ടും. ഓക്കെ, ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ദ ഔട്ട്പുട്ട്. ഓക്കെ, നമുക്ക് 5 by 1024 ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷൻ തരുന്ന വാല്യൂ അത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, ജസ്റ്റ് ഒരു മാത്തമാറ്റിക്സ് ആണ്, ജസ്റ്റ് ഒരു മാത്സ് ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് അത് തന്ന വാല്യൂ, മീൻസ് വോൾട്ടേജ് വാല്യൂ, അനലോഗ് വാല്യൂ എത്ര നമുക്ക് മെഷർ ചെയ്യാം. ഈ വാല്യൂ നമുക്ക് മെഷർ ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ എന്താണോ ആപ്ലിക്കേഷൻ അതിന് യൂസ് ചെയ്യാൻ പറ്റും. And that's all about analog read and analog write. Okay, now we will jump on to our interfacing session. Okay, I will begin with servo motor interfacing. Okay, the first line is hash include servo.h. Here we are just importing that header file or library to our workspace. Okay, means all our functions, all the things that we want to do with our servo motor can be done with using this header file. Okay, the next line is my servo semicolon. Okay, what this is doing is that this is creating an object.
my servo for the class servo. And what I mean by class and object is that in layman's language you can consider class as a parent and the object as a child. So what is happening here is that the object can inherit everything from the class, which means the child can inherit everything from the parent, like that. What all functions properties are there in this servo, which means the class or a parent, can be transferred to this object, or I say the child. Okay, which means what is happening is that we are giving access to all those functions, everything that is defined in this servo, class servo, to this my servo object. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മൈ സെർവോ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന് സെർവോ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഉള്ള ഫങ്ഷൻസും മീൻസ് അതിലുള്ള പ്രോപ്പർട്ടീസും പ്രോസസ്സും ഇതിനെല്ലാത്തിനും ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ വി ക്യാൻ യൂസ് ദിസ് മൈ സെർവോ ഒബ്ജക്റ്റ് എനിവെയർ ഇൻ അവർ code. Okay, we are using it everywhere. Instead of this class, we can just use that servo, my servo object here. Okay, that's all about class and object. Okay, the next one, okay, our Arduino code basically has two sessions. The first one is the setup, the second one is the loop. Okay. And this first one, this part of the code contains all the devices or pin numbers. We'll be initializing all the things here. Okay, and this code, this session, void setup will be run only once. And after that we'll come into this void loop. Okay, this is where we do our actual work. Okay, here we'll be coding, and that will be that will put in a loop and it will be repeated forever. Okay, it will be terminate the program. Okay, and what is happening here is that, like just as I said before, we have created an object my servo. Okay, അപ്പോൾ my servoയ്ക്ക് എല്ലാ ആക്സസും ഉണ്ട് സെർവോ എന്ന് പറഞ്ഞൊരു ഫയലിലേക്ക്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസിങ് സെർവോ നമുക്ക് മൈ സെർവോ യൂസ് ചെയ്യാം ഇവിടെ. ഓക്കെ, വിച്ച് മീൻസ് മൈ സെർവോയ്ക്ക് ഇപ്പോൾ എല്ലാ ആക്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് മൈ സെർവോ യൂസ് ചെയ്യാം. മൈ സെർവോ ഡോട്ട് അറ്റാച്ച് 9 എന്ന് പറയുന്നത് അതിനുള്ള പിൻ നമ്പർ 9ലേക്കാണ് നമ്മൾ ഈ ഒരു സെർവോ മോട്ടറിൻ്റെ ഡാറ്റ പിന്ന് കണക്ട് ചെയ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് സെർവോ ഹാസ് 3 pins. The first one is like this one is ground, and here we have the voltage, the power pin, and this is the data pin, PWM. Okay, that we are connecting to our pin number 9. Okay, here it just says which pin you are connecting your Arduino, your servo motor to the Arduino. Okay, that's all. Okay, as I said before, we'll be initializing all the pins here, right? So ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആ ഒരു പിൻ നമ്പർ സ്പെസിഫൈ ചെയ്യേണ്ടത്, അവർ ഏത് പിന്നാണ് യൂസ് ചെയ്തത് എന്ന് ഈ ഒരു സെക്ഷനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. മീൻസ് ആ ഒരു ഫംഗ്ഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. Okay. The second one is the void loop. Here we are writing our actual code. My servo dot write. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ PWM പിന്നാണ് പിൻ നമ്പർ 9. ഓക്കെ, വിച്ച് മീൻസ് ഇറ്റ്സ് വൺ ഓഫ് ദ പിൻസ് ദാറ്റ് ക്യാൻ സപ്പോർട്ട് പൾസ് വിത്ത് മോഡുലേഷൻ. നമുക്ക് പൾസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പിന്നാണ് 9 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഡിജിറ്റൽ വാല്യൂസ് അല്ല പാസ് ചെയ്യുന്നത്, 0, 90, 180 ഇതുപോലത്തെ അനലോഗ് വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഈ ഒരു ഓക്കെ, വോയിഡ് ലൂപ്പിലുള്ള ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് മൈ സെർവോ ഡോട്ട് റൈറ്റ് ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പിന്നിലേക്ക് കൊടുക്കേണ്ട വാല്യൂസ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താണ്. വിച്ച് മീൻസ് നമ്മൾ സെൻസറിലേക്ക് മീൻസ് സെർവോ മോട്ടറിലേക്ക് വിടേണ്ട വാല്യൂ പാസ് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താണ്, റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ബ്രാക്കറ്റിൽ നമ്മൾ ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, എന്ത് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെർവോ മോട്ടർ ഈസ് കണക്റ്റഡ് ടു പിൻ നമ്പർ 9. ആസ് എ സെഡ് ബിഫോർ, ഇറ്റ് ഈസ് എ പൾസ് വിത്ത് മോഡുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നൊരു പിന്നാണ് പിൻ നമ്പർ 9 എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഡിജിറ്റൽ വാല്യൂസ് അല്ല പാസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ബ്രൈറ്റിൽ നമ്മൾ എന്താ 0 or 1, ഹൈ ഓർ ലോ അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ നമ്മൾക്ക് 0, 90, 180 ഇതുപോലെ അനലോഗ് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് മീൻസ് 0 to 180 എന്ന് പറയുന്ന ആംഗിളാണ് 0 to 180. ഓക്കെ, സപ്പോസ് 0 ആണെങ്കിൽ 0 ഡിഗ്രി. ഓക്കെ, 90 ആണെങ്കിൽ 90 ഡിഗ്രി. ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് മൂവ് ചെയ്യും. 180 ആണെങ്കിൽ ഫുൾ 180 ഡിഗ്രി റൊട്ടേഷൻ ഇത് കാണിക്കും. മീൻസ് 45 ആണെങ്കിൽ 45 ഡിഗ്രി. സോ വി ആർ ജസ്റ്റ് സ്പെസിഫൈങ് ദി ആംഗിൾ ടു വിച്ച് ദി സെർവോ മോട്ടർ ഷുഡ് റൊട്ടേറ്റ്.
in this parenthesis. So I will just run this code and let's see how it works. Okay, okay, now it is 90, 0, 180. First is 0, then 90, then 180. 0, okay, 90, 180, 0, 90, 180, 0. Okay, your loop with a delay 1000 millisecond. Okay, this is like 1000 millisecond. ഡിലേയുടെ ഉള്ളിൽ പാരന്തസിസിൽ മില്ലിസെക്കൻഡ് യൂണിറ്റിലാണ് നമ്മൾ ഡിലേ സ്പെസിഫൈ ചെയ്യുന്നത്. 1000 millisecond എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. ഓക്കെ, ഓരോ 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓരോ ആങ്കിളിലേക്ക് സ്വിച്ച് ആവും. അത് പിന്നെ ഇൻഫിനിറ്റ്ലി ഇങ്ങനെ ലൂപ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. Okay, now we will move on to our next interfacing session, that is ultrasonic sensor with our Arduino. I will just give a brief introduction of how this sensor is actually working. Okay, it has a transmitter here and the receiver here and 4 pins. The transmitter actually it gives 8 bursts of ultrasonic waves, and that thing is received by this receiver, and the time it takes to do the transmission reception, okay, will be calculated, and we know the speed of sound in air is 343 meters per second, right? We have the time and we have the speed, and from that we can calculate the distance. That's how it actually gets the distance between the obstacle and the sensor. Okay, I will explain the timing diagram of our sensor. Okay, to the trigger pin we will be giving 10 microsecond pulse. Okay, this is the pulse that we are giving to the trigger pin. Okay, ഈ ഒരു പൾസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ട്രാൻസ്മിറ്റർ ട്രിഗർ ചെയ്തിട്ട് ഒരു 8 അൾട്രാസോണിക് പൾസ് ജനറേറ്റ് ചെയ്യും. Okay, this is what we are transmitting and receiving to calculate our duration and time. Okay, the moment the transmitter transmits these 8 pulses, the echo pin, okay, the third pin which I was talking about in the diagram, that goes high. Okay, and it will be high as long as the receiver receives the 8 pulses back. Okay, നമ്മൾ ട്രാൻസ്മിറ്റർ 8 പൾസ് ട്രാൻസ്മിറ്റ് ചെയ്തു, ഓബ്സ്റ്റിക്കിൾ ചെന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു സമയമില്ലേ, ഇത്രയും സമയം ഈ ഒരു എക്കോ പിൻ ഹൈ ആയിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് ട്രാൻസ്മിറ്റർ എപ്പോൾ ഇത് ഈ ഒരു 8 പൾസ് വിടുന്നു അപ്പോൾ അത് ഹൈ ആവും, അപ്പോൾ ഹൈ ആകാൻ തുടങ്ങും, ഹൈ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് വരെ ദിസ് എക്കോ പിൻ വിൽ ബി ഹൈ. It goes off at the moment when the receiver receives it. Okay, this is our duration. Okay, the time till when the echo pin was high. Okay, that is our duration. That's how we calculate the duration here. Okay, now we'll go into the code and we'll see how it works actually. Okay, and then we are initializing the pins, trigger pin. We just naming it. പിൻ നമ്പർ 2 ആണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ട്രിഗർ പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, ആൻഡ് പിൻ നമ്പർ 3 ആണ് എക്കോ പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്കൊരു പേര് കൊടുക്കണം. ഇവിടെ ട്രിഗർ പിൻ 2 ട്രിഗർ പിൻ 3 എക്കോ പിൻ, അങ്ങനെ ഒരു പേര് കൊടുത്ത് വിളിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടൈപ്പ് ഇത് ഇൻഡിജേഴ്സ് അല്ലേ, അപ്പോൾ അതിന് കോൺസ്റ്റൻറ്റ് ഇൻഡിജർ ടൈപ്പ് നമ്മൾ അതിന് സ്പെസിഫൈ ചെയ്തു. അതാണ് ഫസ്റ്റ് 2 ലൈൻസ് അതാണ് കാണിക്കുന്നത്. സെക്കൻഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി 2 സെഷൻസിലായിരിക്കും ആർഡിനോ കോഡിന്. ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ ഇനിഷ്യലൈസ് ചെയ്യും, പിൻസെല്ലാം ഇനിഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലൂപ്പിലാണ് നമ്മൾ എല്ലാ പിൻസും മീൻസ് അവിടെ നമ്മുടെ കോഡെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സെഷനിൽ നമ്മൾ അതിന് serial.begin 9600 ഈ ഒരു എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സീരിയൽ മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആർഡിനോയിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിൻ മോഡ്. ഓക്കെ, ഇത് നമ്മൾ പിൻ സെലക്ട് ചെയ്യുകയാണ്, മീൻസ് ഓരോ പിന്നും അതിൻ്റെ ഫംഗ്ഷനും. പിൻ മോഡ് ട്രിഗർ പിൻ മീൻസ് പിൻ നമ്പർ 2. പിൻ നമ്പർ 2 ഔട്ട്പുട്ടാണ്. ഓക്കെ, വിച്ച് മീൻസ് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സെൻസറിലേക്ക് കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട്. ട്രിഗർ നമ്മൾ സെൻസറിലേക്ക് കൊടുക്കുമല്ലോ, പുറത്തേക്ക് പോകുന്നൊരു വാല്യൂ ഇല്ല, അപ്പോൾ അതിന് ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു ഔട്ട്പുട്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് എക്കോ പിൻ നമുക്ക് ഇൻപുട്ടായിട്ട് സെൻസറിൽ നിന്ന് തരേണ്ട ഒരു വാല്യൂ ആണ്. ഓക്കെ, ആ ഒരു പിന്ന് തേർഡ് പിന്ന് നമ്മൾ ഇൻപുട്ടായിട്ട് സ്പെസിഫൈ ചെയ്തു. serial.begin എന്ന് പറഞ്ഞാൽ നമുക്ക് ആർഡിനോയിൽ ഒരു സീരിയൽ മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. വിച്ച് ഈസ് നമുക്ക്
ഇൻ റിയൽ ടൈം ആയിട്ട് ആ സെൻസറിൽ നിന്ന് വരുന്ന ഡാറ്റ നമുക്ക് കാണാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. മീൻസ് ആ ഒരു സീരിയൽ മോണിറ്ററിലേക്ക് നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്കത് വിഷ്വലൈസ് കാണാൻ പറ്റും. അതിന് വേണ്ടിയുള്ളൊരു ഫീച്ചറാണ് serial.big എന്ന് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സീരിയൽ മോണിറ്ററിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാണ് ഇവിടെ serial.begin. ഓക്കെ, ജസ്റ്റ് ഇനിഷ്യലൈസേഷനാണ് ഈ ഒരു സെഷനിൽ നടക്കുന്നത്. നമ്മുടെ സീരിയൽ മോണിറ്ററിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈ 9600 എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ ബോർഡ് റേറ്റ്. ഓക്കെ, നമ്മൾ Arduino വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സീരിയൽ മോണിറ്ററിൻ്റെ ബോർഡ് റേറ്റും ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബോർഡ് റേറ്റും സെയിം ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അത് രണ്ടും മാച്ച് ചെയ്യുന്ന പോലെ സെയിം ആക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂപ്പിലേക്കാണ് പോകുന്നത്, ലൂപ്പ് സെഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ കോഡ് ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. ഈ ഒരു സെഷൻ കണ്ടോ, ഇവിടെയാണ് നമ്മൾ പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇനീഷ്യലി ട്രിഗർ പിൻ ലോ ആണ് ഫോർ 2 microsecond, പിന്നെ ഹൈ ഫോർ 10 microsecond, ദെൻ ലോ ഫോർ 2 microsecond. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ടൈമിൻ്റെ എങ്ങനെ കണ്ടതുപോലെ ഒരു 10 microsecond ട്രിഗർ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. വിച്ച് മീൻസ് ദ ട്രിഗർ പിൻ വിൽ ബി ഹൈ ഓൺലി ഫോർ 10 microsecond, and that's how we generate our trigger. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ പൾസിൻ, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എക്കോ പിൻ എത്ര ഡ്യൂറേഷനിൽ ഓൺ ആയിരുന്നു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്താ, എക്കോ പിന്നാണ്. ഇത് എക്കോ പിൻ ഹൈ ആയിരുന്നത് എത്ര നേരമാണ് അത് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. എന്നിട്ടത് ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് സ്പീഡ് അറിയാം, ഡിസ്റ്റൻസ് അറിയാം, ഡ്യൂറേഷനും അറിയാം. അപ്പോൾ നമ്മൾ ഡ്യൂറേഷൻ ഈ ഒരു വേരിയബിളിൽ നിന്ന് കിട്ടും. സ്പീഡ് എന്ന് പറഞ്ഞാൽ 343 m/s ആണ്. അത് cm/s കൺവേർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തു. ബിക്കോസ് നമുക്ക് ഇവിടുന്ന് ഡിസ്റ്റൻസ് സെൻറ്റിമീറ്ററിലാണ് വേണ്ടത്. അതിനുവേണ്ടി സെൻറ്റിമീറ്ററിൽ വേണമെങ്കിൽ ഇതുപോലെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ സീരിയൽ മോണിറ്ററിൻ്റെ കാര്യം വരുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മൾ serial.print ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരിയൽ മോണിറ്ററിൽ ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞ ഈ ഒരു സംഭവം പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സീരിയൽ മോണിറ്റർ. ഓക്കെ, ഇതിൽ നമ്മളെന്താ സീരിയൽ മോണിറ്ററിൻ്റെ സെഷൻ എന്ന് വെച്ചാൽ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യണം ഇത് സീരിയൽ മോണിറ്റർ. സെക്കൻഡ്, നമുക്ക് ഇവിടെ സീരിയൽ മോണിറ്റർ പ്രിൻറ്റ് ചെയ്യേണ്ട വാല്യൂസ് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. serial.print എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രിങ് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. പിന്നെ സെൻറ്റിമീറ്റർ യൂണിറ്റ്. ഈ ഒരു സിമുലേഷൻ ടൂളിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റിയൽ ടൈം ഹാർഡ്വെയർ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഇവിടെ നമ്മൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ അൾട്രാസോണിക് സെൻസർ ഇൻ്റർഫേസിങ്. ഇനി നമുക്ക് അടുത്ത ഇൻ്റർഫേസിങ് ആയ DHT, ഡിജിറ്റൽ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ സെൻസർ. ഈ ഒരു സെൻസറിൻ്റെ ഇൻ്റർഫേസിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. ആക്ച്വലി ഈ ഒരു സെൻസർ ഡിജിറ്റലാണ്, വിച്ച് മീൻസ് ഇത് either give 0 or 1. അപ്പോൾ അനലോഗ് പിന്നിലേക്കല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, ഡിജിറ്റൽ പിന്നിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഐ മീൻ പൾസ് വിഡ്ത്ത് പിന്നിലേക്കല്ല, ഡിജിറ്റൽ പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻക്ലൂഡ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ #include DHT.h. ഇത് മുമ്പ് പറഞ്ഞതുപോലെ DHT ഈ ഒരു സെൻസറിൻ്റെ ഫങ്ഷൻസും എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെഡർ ഫയലുണ്ട്. അതിന് നമ്മൾ നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലാബിലുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫങ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 ലൈൻ #define DHT pin 2. ഓക്കെ, ഇതും നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. DHT പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2-ന് ഒരു പേര് കൊടുക്കാനുണ്ട്. പേര് കൊടുത്ത് വിളിക്കാൻ വേണ്ടി മീൻസ് കോഡ് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാണത്. DHT പിന്ന് പേര് കൊടുത്തിരിക്കുകയാണ് ഇവിടെ DHT22. ഇവിടെ DHT പല ടൈപ്പുണ്ട്, DHT1122. അതുകൊണ്ട് ഈ ഒരു സ്പെസിഫിക് ടൈപ്പിന് നമ്മൾ ഇവിടെ DHT ടൈപ്പ് എന്ന് പേര് കൊടുത്ത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇറ്റ് മീൻസ് ആക്ച്വലി ഇവിടെ പിൻ നമ്പർ 2 ആണ് DHT പിന്ന്, DHT22-ന് DHT ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്തു ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റും ക്ലാസ്സും അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. DHT എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സാണ്. ഈ സ്മോൾ DHT ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ,
ഈ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഫങ്ഷൻസിനും ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നത്. Okay, now we'll be having the access to every functionalities and properties that were defined in this dht.h. Okay, ഈ ഒരു ലേമൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഇതൊരു പാരൻ്റാണ്, ഇതൊരു ചൈൽഡാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ചൈൽഡ് ഈ പാരൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇൻഹെറിറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിൽ പാസ് ചെയ്യുന്ന വാല്യൂസ് പിൻ നമ്പറും DHT ടൈപ്പുമാണ്. വിച്ച് മീൻസ് ദർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DHT സെൻസേഴ്സ്. സോ നമ്മുടെ സ്പെസിഫിക് ടൈപ്പായ DHT22 അതാണ് ഇവിടെ ആ ഒരു DHTയുടെ ഡിജിറ്റൽ വാല്യൂ, മീൻസ് ഔട്ട്പുട്ട് വാല്യൂ, ആ ഒരു പിന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ വോയിഡ് സെറ്റപ്പ്, ആദ്യം തന്നെ ഡിജിറ്റൽ സീരിയൽ ഡോട്ട് ബിഗിൻ. ഇവിടെയാണ് നമ്മുടെ സീരിയൽ മോണിറ്റർ. നമുക്ക് നമ്മുടെ സെൻസറിൻ്റെ ഔട്ട്പുട്ട്, ഇപ്പോൾ നമ്മുടെ LCD ഡിസ്പ്ലേ ഒന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ സെൻസറിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കാണണം. അപ്പോൾ നമ്മൾ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെയാണ് സീരിയൽ മോണിറ്റർ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. 9600 പറഞ്ഞ ബോർഡ് റേറ്റ് ആണ്. വിച്ച് മീൻസ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 9600. ഓക്കെ, കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സീരിയൽ മോണിറ്ററിൻ്റെ ബോർഡ് റേറ്റും ഇവിടെ പാസ് ചെയ്യുന്ന ബോർഡ് റേറ്റും സെയിം ആണ്, എന്നാലേ നമുക്ക് സീരിയൽ മോണിറ്റർ ആക്സസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ DHT.begin, അടുത്ത ലൈനിൽ DHT.begin. ഇവിടെയാണ് നമ്മുടെ സെൻസർ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനിഷ്യലൈസേഷൻ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂപ്പ് സെഷനാണ് അടുത്ത സെഷനായ ആർഡിനോയിൽ. ഇവിടെയാണ് നമ്മൾ മെയിൻ നമ്മുടെ കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു ഫങ്ഷനില്ലേ, മുമ്പ് ക്രിയേറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റില്ലേ, ആ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫങ്ഷൻ റീഡ് ടെമ്പറേച്ചർ ഡോട്ട് റീഡ് ഹ്യൂമിഡിറ്റി, ഈ ഒരു ഫങ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ വാല്യൂയും ഹ്യൂമിഡിറ്റി വാല്യൂയും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്തിട്ട് ഈ ഒരു 2 വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യും. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ മീൻസ് ഹൈ പ്രിസിഷൻ നമ്പറാണ് ഡിനോട്ട് ചെയ്യുന്നത്. മീൻസ് ഒരു ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറാണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഡിജിറ്റൽ ഡോട്ട് റീഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ വാല്യൂ കിട്ടും, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി വാല്യൂ കിട്ടും. ഇത് നമ്മൾ 2 വേരിയബിളിലേക്കും കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ സീരിയൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. സീരിയൽ ഡോട്ട് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ പ്രിൻ്റ് ആവും. ഓക്കെ, സീരിയൽ ഡോട്ട് പ്രിൻറ്റ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി പ്രിൻ്റ് ആവും. ഇവിടെ നമ്മൾ മീൻസ് നമ്മുടെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂസ് അത് നമ്മളിവിടെ പാസ് ചെയ്യാണ്. ഇങ്ങനെയാണ് സീരിയൽ മോണിറ്റർ വരുന്നത് നമ്മൾ കോഡ് റൺ ചെയ്യുമ്പോൾ. ടെമ്പറേച്ചർ പിന്നെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഈ ഒരു സിമുലേഷൻ ടൂളിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതനുസരിച്ചിട്ട് നമുക്കിവിടെ വാല്യൂസ് മാറും, ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ്, പിന്നെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിരിക്കും വരുന്നത്. And that's all about today's session. Thank you.